സന്ദീപ് വാര്യരുടെ കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ചർച്ചാ വിഷയം. അദ്ദേഹം പറയുന്നു, ക്രിസ്ത്യാനികളെ പാട്ടിലാക്കാൻ, ക്രിസ്ത്യാനികളെ ചാക്കിലാക്കാൻ നാടുനീളെ ക്രിസ്തീയ ഭവനങ്ങളിലേക്കും പുരോഹിതരുടെ അടുത്തേക്കും ക്രിസ്മസ് കേക്കുമായി പോകുന്ന BJP നേതാക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ ക്രിസ്ത്യാനികളെ ചാക്കിട്ട് പിടിക്കാനും മതപുരോഹിതന്മാരെ കണ്ട് വോട്ട് പിടിക്കാനും ഒക്കെ ഓടി നടക്കുന്ന കാഴ്ചകൾ, പ്രത്യേകിച്ച് BJP നേതാക്കൾ. CPM നേതാക്കളും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളും മതപുരോഹിതന്മാരെ കാണാൻ പോകുന്നതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ BJP ആളുകൾ ഈ അടുത്തിടെയായിട്ടാണ് ഇങ്ങനെ ഓടി ഓടി പള്ളികളിലും അതുപോലെ തന്നെ പുരോഹിതന്മാർ താമസിക്കുന്ന സെമിനാരികളിലുമൊക്കെ പോകുന്നത്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ തിരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളൊക്കെ അദ്ദേഹത്തെ തൃശ്ശൂരിലെ സർവ്വമാന പള്ളികളിലും വൈദികരെയും കൊണ്ട് കാണിക്കുകയും തൃശ്ശൂരിലെ മാതാവിൻ്റെ പള്ളിയിൽ കിരീടം, സ്വർണ്ണ കിരീടം ചാർത്തുകയും ഒക്കെ ചെയ്ത പ്രഹസനങ്ങളും ഭക്തിയോ പ്രഹസനമോ എന്തോ ആയിക്കോട്ടെ, വോട്ട് നേടാൻ വേണ്ടി എന്ത് ഗിമ്മിക്സും BJP കാണിക്കും. പക്ഷേ ഈ അടുത്ത ദിവസം ആർഷ പ്യുവർ പൂജ പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഒരു കമ്പനി, സംഘപരിവാർ അനുഭാവിയുടെ കമ്പനി, അവർ ഒരു പരസ്യം തയ്യാറാക്കിയിരുന്നു. പരസ്യം ഇതാണ്: ക്രിസ്തുമസ് കാലത്ത്, ഈ ഡിസംബർ കാലത്ത് ക്രിസ്തീയ ഭവനങ്ങളിൽ കാണുന്നത് പോലെയുള്ള നക്ഷത്രങ്ങളല്ല, സ്റ്റാറുകളല്ല ഹിന്ദു ഭവനങ്ങളിൽ വേണ്ടത്. ഇത് മണ്ഡലകാലമാണ്. അതുകൊണ്ട് അയ്യപ്പൻ്റെ ചിത്രം ആലേഖനം ചെയ്ത മകരനക്ഷത്രമാണ് ഹിന്ദുക്കളുടെ വീട്ടിൽ തൂക്കേണ്ടതെന്നായിരുന്നു ആ പരസ്യത്തിൻ്റെ അടിസ്ഥാനം. ഈ പരസ്യം കണ്ടപാടെ തന്നെ സന്ദീപ് വാര്യർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ എഴുതി, ഇത് വെറുപ്പിൻ്റെ ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരസ്യമാണ്. വെറുപ്പിൻ്റെ ഫാക്ടറി, സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ, സമൂഹത്തിൽ വിഭാഗീയത സൃഷ്ടിക്കാനൊക്കെ ഉതകുന്ന തരത്തിലുള്ള പരസ്യങ്ങളൊക്കെ സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഈ പരസ്യം ഈ കമ്പനി പിൻവലിക്കണം. ഈ പരസ്യമൊന്നും യാതൊരു അടിസ്ഥാനരഹിതമായ പരസ്യമാണ്. എന്തെങ്കിലും സന്ദേശം ഇതിനകത്തില്ല, സതുദ്ദേശപരമായ യാതൊന്നുമില്ല. ക്രിസ്മസിന് കേക്കും കൊണ്ട് വോട്ട് പിടിക്കാൻ പോകാമെങ്കിൽ എല്ലാവരും എല്ലാ മതക്കാരും, ജാതി മത ഭേദമന്യേ എല്ലാവരും കേരളത്തിൽ നക്ഷത്രങ്ങൾ തൂക്കാറുണ്ട് വീടുകളിൽ. മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല, കേരളത്തിൽ എല്ലാ ആഘോഷവും എല്ലാവർക്കും തുല്യമായി ആഘോഷിക്കുന്ന ആളുകളാണ് കേരളത്തിലുള്ളത്. അതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് ജനവിഭാഗങ്ങളിൽ നിന്നും മലയാളികളും കേരളീയരും വേറിട്ട് നിൽക്കുന്നത് ഇത്തരം സംഭവങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് സന്ദീപ് വാര്യർ പറയുന്നു, ഈ വെറുപ്പിൻ്റെ ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഇത്തരം പരസ്യങ്ങളൊന്നും സമൂഹത്തിന് നല്ലതല്ല, അതുകൊണ്ട് അത് പിൻവലിക്കുക എന്നായിരുന്നു സന്ദീപ് വാര്യരുടെ ആവശ്യം. ഒരു തരത്തിൽ പറഞ്ഞാൽ, കോൺഗ്രസ് പാളയത്തിലെത്തിയ ശേഷം സന്ദീപ് നടത്തുന്ന ഇത്തരം മതേതര ഇടപെടലുകൾ വളരെ നല്ല കാര്യമാണ്. കാരണം അദ്ദേഹം മുമ്പ് ചെയ്തിരുന്ന പോലുള്ള വിഷലിപ്തമായ വാക്കുകളല്ല ഇപ്പോൾ വരുന്നത്. അദ്ദേഹം സ്നേഹത്തിൻ്റെ കടയിലാണല്ലോ. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ കടയിൽ നിന്ന് അദ്ദേഹം സ്നേഹവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ തന്നെയാണ് വിൽക്കുന്നത്, അല്ലെങ്കിൽ അതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നതും. അതുകൊണ്ട് ഒരുപാട് ജനപ്രീതി, ജനസമ്മതിയൊക്കെ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ ആർഷ പ്യുവർ പൂജ പ്രോഡക്ട്സ് ഒരു ബദൽ വാർത്താക്കുറിപ്പ് ഇറക്കി. വാർത്താക്കുറിപ്പ് മറ്റൊന്നുമല്ല, സന്ദീപ് വാര്യർ കള്ളമാണ് പ്രചരിപ്പിക്കുന്നത്, ഇങ്ങനെ ഒരു പരസ്യം ഞങ്ങൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് സന്ദീപ് വാര്യർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ രാഷ്ട്രീയ തട്ടകത്തിൽ നിന്ന് ആളുകളുടെ മനസ്സിലിടം നേടാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് തനിയെ പടച്ചു വിടുകയാണ് എന്നാണ് ഈ അഗർബത്തി കമ്പനിക്കാരുടെ ആരോപണം. ശരിക്കും പറഞ്ഞാൽ ഇത് ആരാണ് തയ്യാറാക്കിയത്? ഇങ്ങനൊരു പരസ്യം തയ്യാറാക്കിയത് ആരാണ്? ഇതിൻ്റെ പിന്നിൽ സംഘപരിവാർ അജണ്ടയാണ്. ഇങ്ങനൊരു പരസ്യം വന്നു കഴിഞ്ഞാൽ സമൂഹത്തിൽ സ്പ്ലിറ്റ് ഉണ്ടാകും. ഒരു വിഭാഗം ഹിന്ദുക്കളൊക്കെ, അതായത് തീവ്രമായ തരത്തിൽ ചിന്തിക്കുന്ന ആളുകളൊക്കെ, അല്ലെങ്കിൽ ഈ പരസ്യം കാണുന്ന ആളുകളൊക്കെ ഈ മകരനക്ഷത്രം, അയ്യപ്പൻ്റെ ചിത്രം ആലേഖനം ചെയ്ത മകരനക്ഷത്രം എവിടെ വാങ്ങാൻ കിട്ടുമെന്ന് പറഞ്ഞ് പോകുമ്പോൾ നേരെ എവിടെ പോകും? ആർഷ പ്യുവർ പൂജ പ്രോഡക്ട്സിൻ്റെ ഈ മകരനക്ഷത്രങ്ങൾ വിൽക്കപ്പെടും. അതാണ് ഇവരുടെ പരസ്യത്തിൻ്റെ ലക്ഷ്യം. ഇത് ചർച്ചയാകണമെന്ന് തന്നെയാണ് ഇവരുടെ അജണ്ടയും. അതുകൊണ്ടാണ് ഇങ്ങനൊരു പരസ്യം വരുന്നതും ഇതിൻ്റെ പിന്നിൽ സംഘപരിവാർ അജണ്ടയുണ്ടെന്ന് സന്ദീപ് വാര്യർ പറയുന്നതും. തീർച്ചയായും ഇത്തരം പരസ്യങ്ങൾ നാടിന് ഗുണമല്ല, ദോഷമാണ് ചെയ്യുന്നത്. മറ്റു തരത്തിൽ ചെയ്യാമല്ലോ. ഈ ക്രിസ്മസിന് ഇല്ലാതെ തന്നെ പറയാമല്ലോ, വൃശ്ചികം ഒന്നുമല്ല എല്ലാവരും മകരനക്ഷത്രം വീടുകളിൽ തൂക്കണമെന്ന് പറഞ്ഞാൽ തീരാവുന്ന സംഭവമല്ലേ ഉള്ളൂ. അതിന് ക്രിസ്ത്യാനികളെപ്പോലെ സ്റ്റാർ തൂക്കരുത് എന്ന് പ്രയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ പ്രയോഗങ്ങളൊക്കെയാണ് വെറുപ്പിൻ്റെ ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പ്രയോഗങ്ങളെന്ന് സന്ദീപ് വാര്യർ കളിയാക്കുന്നത്. ഏതായാലും സന്ദീപ് വാര്യരുടെ വിമർശനം കുറുക്കിക്കൊണ്ട്, അതുകൊണ്ടാണല്ലോ ഈ കമ്പനി, പൂജാ സാധനങ്ങളുടെ ഈ കമ്പനി ഉടനെ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഏതായാലും സന്ദീപ് വാര്യർ ഇത്തരമൊരു കടുകൈ, ഒരു പരസ്യം തയ്യാറാക്കി അതിനെതിരെ വിമർശനവുമായി പോകുമെന്ന് തോന്നുന്നില്ല. ഇത് പിഴവ് സംഭവിച്ചത് ഈ കമ്പനിക്കും ആയിരിക്കാൻ സാധ്യതയില്ല. കമ്പനി ഇങ്ങനെ മറുപടി വരുമ്പോൾ കമ്പനിയുടെ പേരും ലോഗോയും സീലും ഒക്കെ എടുത്തിട്ട് വേറെ ആരെങ്കിലും ചെയ്തതാകാം. പ്രത്യേകിച്ച് സംഘപരിവാർ അജണ്ട മനസ്സിൽ സൂക്ഷിക്കുന്ന ആരെങ്കിലും മനഃപൂർവ്വം ഇങ്ങനൊരു വിവാദം ഉണ്ടാക്കാൻ ചെയ്തതാകാനാണ് സംശയം. ഇതിലാരും കേസോ പരാതിയോ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് പോലീസ് അന്വേഷണമൊന്നുമില്ല. നമുക്കിങ്ങനെ അഭ്യൂഹങ്ങൾ പറയാം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ അനുമാനിക്കാം എന്ന് മാത്രം.